ഹെലികോപ്റ്ററിനുള്ളിലെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി SKMJ സ്കൂളിൽ നിന്നും ബിജു പങ്കജ് ചേരുന്നു. ബിജു പങ്കജ്, ഈ രണ്ടാമത്തെ ദൗത്യ സംഘവും ഹെലികോപ്റ്ററിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണോ? ഇന്ന് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഹെലികോപ്റ്ററിൽ ദൗത്യ സംഘങ്ങളെ ഈ പറയുന്ന പ്രദേശത്തേക്ക് ഇറക്കിയത്. ഇതിൽ ഇന്നത്തെ പ്രത്യേകത ആർമിയുടെ ഒരു കടാവർ നായയാണ്. മണം പിടിച്ച് മൃതദേഹങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനായിട്ടാണ് ഈ നായയും ഒരു പ്രത്യേക ദൗത്യ സംഘാംഗമായിട്ട് ആർമി നിയോഗിച്ചിരിക്കുന്നത്. ഒരു ദൗത്യ സംഘത്തിനൊപ്പം രാവിലെ പ്രത്യേക ബാസ്ക്കറ്റിൽ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ ഭയങ്കര കൗതുകരമാണ്. ആർമി അംഗങ്ങൾക്കൊപ്പമാണ് ഈ ബാസ്ക്കറ്റിനകത്ത് ഈ കടാവർ നായയും കൂടെ താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ അവിടെ പരിശോധന നടത്തിയവർക്ക് എല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവിടെ ഭയങ്കര ദുർഗന്ധമുണ്ട്. അപ്പം മൃതശരീരങ്ങൾ അഴുകിപ്പോയതോ അല്ലെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും കിടക്കുന്നതോ കണ്ടെത്താം. കാരണം ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ ഇപ്പം കാണുന്നത് പോലെ ഈ വളരെ ദുർഘടമായ പ്രദേശം, കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. അതിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അപ്പം ഈ നായയുടെ സേവനം വളരെ ഫലപ്രദമാണ്. കാരണം ഇത് നായ മണത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തെരച്ചിൽ നടത്താം. ഇന്ന് തെരച്ചിൽ നടത്താനുള്ള തൂമ്പയും പിക്കാസും ഒക്കെ ആയിട്ടാണ് ഈ സേനാംഗങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ അത് മണ്ണൊക്കെ മാറ്റി അതിനടിയിൽ ഇത് ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കടാവറിനെ കൂടി അവർ കൊണ്ടുപോകുന്നത്. രാവിലെ ആർമി സംഘങ്ങൾക്കൊപ്പം അവരോടൊപ്പം തന്നെ ഹെലികോപ്റ്ററിലേക്ക് കയറി അതിനുശേഷം വളരെ കരുതലോടുകൂടി ഈ തെരച്ചിൽ സംഘങ്ങൾക്കൊപ്പം ബാസ്ക്കറ്റിലാണ് ഈ നായയും അവിടേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ മനുഷ്യനെത്താൻ പറ്റാത്ത അതിദുർഘടമായ പ്രദേശം, പ്രത്യേകിച്ച് വനമേഖല, വന്യമൃഗി ശല്യമെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കണ്ടെത്താൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതിനാണ് ഈ നായയുടെ സേവനം കൂടി അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ ദിവസം ഇന്ന് കാലാവസ്ഥ വളരെ നല്ലതാണ്. രാവിലെ 8 മണിക്ക് തന്നെ, കൃത്യമായി 8 മണിക്ക് തന്നെ അവർ 2 ഘട്ടമായിട്ട് പോയി. സൂചിപ്പാറ മുതൽ നിലമ്പൂർ സൈഡ് വരെയുള്ള പ്രദേശങ്ങളാണ് ഇന്നത്തെ അവരുടെ പരിധിയിലുള്ളത്. ഒരു 6 കിലോമീറ്റർ ദൂരം എങ്കിലും ഇന്നത്തെ ദിവസം പരിശോധന നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം തുടരും. അല്ലെങ്കിലും സർക്കാരിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീടും ആ ദൗത്യം പുരോഗമിക്കും, നാളെയും തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും രണ്ടാമത്തെ ദിവസത്തെ ദൗത്യം ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ സംസ്ഥാന വനംവകുപ്പിൻ്റെ അതുപോലെ സംസ്ഥാന പോലീസിൻ്റെയൊക്കെ വിവിധ വൈദഗ്ധ്യമുള്ള അംഗങ്ങൾ ചേർന്നുള്ള ദൗത്യം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ കാര്യമായി ഫലമുണ്ടായില്ല. ഇന്ന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് ഈ കാണാതായവരുടെ ബന്ധുക്കൾക്കൊപ്പം നമുക്കും പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും ബിജു പങ്കജ് നിൽക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ കാണാനാവുന്നുണ്ട്. പിന്നിൽ ഒരുപാട് വാഹനങ്ങൾ, ഔദ്യോഗിക വാഹനങ്ങളൊക്കെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഈ SKMJ സ്കൂളിൽ താൽക്കാലിക സൈനിക പോലീസ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും മോത്തി, ഇത് ഈ സ്കൂള് വളരെ പാരമ്പര്യമുള്ള സ്കൂളാണ്. ഇവിടെ ആ ദുരന്തം നടന്ന അന്ന് മുതൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഈ സ്കൂള് പൂർണ്ണമായും സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആർമിയുടെ വാഹനങ്ങളുണ്ടായിരുന്നു, NDRF ഉണ്ടായിരുന്നു. NDRF ഇന്നലെ ഇവിടെ നിന്ന് പോയി. ആർമിയുടെ വാഹനങ്ങൾ, അതുപോലെ ആംബുലൻസുകൾ, പിന്നെ ഈ സ്കൂളിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 200 പേരോളമുള്ള ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. അതുപോലെ ഈ ഗ്രൗണ്ട് ഹെലിപ്പാഡായി മാറുന്നു. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രയോജനങ്ങൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൻ്റെ പൂർണ്ണമായും സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നില്ല. കാരണം ഇവിടെ ക്യാമ്പുകളും മറ്റേ ആർമി അവരുടെയൊക്കെ കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നതുകൊണ്ട് ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നില്ല. നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പ് ഇല്ലാത്തിടത്ത് മാത്രമാണ് ഇപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ 200 പേര് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. അവരുടെ ഒരു പുനരധിവാസം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അധിക കാലം ഇങ്ങനെ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, ഇവിടെ പഠിക്കുന്നവരുടെ വിദ്യാഭ്യാസം മുടങ്ങും. കാരണം ഈ പ്രദേശം ദുരന്തമായ മേഖലയിലെ കൽപ്പറ്റയാണ്. അതുകൊണ്ട് അധികം കാലം ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പായിട്ട് ഇവിടെ നടത്താൻ കഴിയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും വരാം.